ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെ ഷോപ്പിലേക്ക് വന്നു കേട്ടാ. അവിടെ ഇങ്ങനെ ചുമ്മാ ചൊറിയും കുത്തിരിക്കുമ്പോഴാണ് ആലോചിച്ചത് കുറച്ച് നാളായാലും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു വീഡിയോ അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും വന്നതിനേക്കാളും കുറച്ച് നേരത്തെ ആയിട്ടോ ഞാൻ വന്നത്. പിന്നെ ഒരു കാര്യം, ഉദ്ഘാടനത്തിന് മുന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പ് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ഷോപ്പ് കണ്ടാലോ? നെന്മാറ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ലക്ഷ്മി കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത്. മുമ്പ് നമ്മുടെ ഷോപ്പ് ഈ കോംപ്ലക്സിൽ തന്നെ രണ്ടാമത്തെ ഫ്ലോറിലായിരുന്നു കേട്ടോ. പിന്നെ അത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഇത് ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മുൻപത്തെ ഷോപ്പിൽ സ്പേസ് ഒക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഇവിടെ സ്പേസ് ഒക്കെ ഉള്ള കാരണം നമ്മൾ എല്ലാത്തിനും സെപ്പറേറ്റ് റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുൻപുണ്ടാകുന്ന ഷോപ്പിനേക്കാളും അടിപൊളിയായിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കാണിച്ച 3 റൂമുകളും ഹെയർ വാഷിനും പെഡിക്യൂറിനും ഉള്ളതാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു സൈഡ് ത്രെഡിങ്ങിനും ഒരു സൈഡ് ഹെയർ കട്ടിങ്ങിനും വേണ്ടിയിട്ടാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫേഷ്യലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂമുകളായിട്ട് 3 റൂമുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമേഴ്സിന്റെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന മിറർ നോക്കി എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാട്ടി കൂട്ടിയിട്ടാ കുറച്ചു നേരം. പിന്നെ നമ്മുടെ ഷോപ്പിലേക്ക് ഒരു കുഞ്ഞു വാവ വന്നിട്ടുണ്ടായിട്ടോ. കുറച്ചേരം ആ കുഞ്ഞു വാവനെ കളിപ്പിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ബ്രൈഡൽ ജ്വല്ലറീസ് സെറ്റ് ആക്കി വെക്കാനും അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കാനുണ്ടായി. പിന്നെ ആ പണിയിലേക്ക് കിടന്നു. പിന്നെ ഒരു കസ്റ്റമർ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മുടെ ഷോപ്പിൽ സെയിലിന് വേണ്ടി കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് എഴുതാണ്ടായി. പിന്നെ ആ പണിയിലേക്ക് കിടന്നു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. എല്ലാ ദിവസവും വെറൈറ്റി കറികളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? നമുക്ക് ആ ചേച്ചിയുടെ ഫൈനൽ ലുക്ക് കണ്ടാലോ?